ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പച്ചമാങ്ങയിട്ട ചാളമീൻ കറിയാണ് തയ്യാറാക്കുന്നത്. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തത്, ഒരു മാങ്ങയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പകുതി മുരിങ്ങക്കായ കട്ട് ചെയ്തത്, 6 പച്ചമുളക് കട്ട് ചെയ്തത്, 1/2 കിലോ മീൻ. തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറിയാണ് ഇന്നിവിടെ വയ്ക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ളവ പകുതി മുറി തേങ്ങ ചിരുവിയത്, വറുത്ത ഉലുവ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4-5 ചെറിയ ഉള്ളി, കറിവേപ്പില. ഇനി ഇതിൽ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. മൺചട്ടിയിലാണ് ഇന്ന് മീൻ കറി വയ്ക്കാൻ പോകുന്നത്. മൺചട്ടി ചൂടായി വരുമ്പോഴേക്കും അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടി, ഈ മുളക് പൊടി എരിവ് കൂടുതലുള്ളതുകൊണ്ടാണ് 1 സ്പൂൺ ചേർക്കുന്നത്, 2 സ്പൂൺ മല്ലിപ്പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുമ്പം അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങ ചേർക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് പുളിവെള്ളം ചേർക്കുക, 1 സ്പൂൺ ഉപ്പ്, ചെറുതായി തിളച്ച് വരുമ്പോഴേക്കും അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന മുരിങ്ങക്കായ, പച്ചമാങ്ങ, പച്ചമുളക്, തക്കാളി എന്നിവ ചേർത്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം അതിലോട്ട് വൃത്തിയാക്കി വെച്ചിരുന്ന മീൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരിക്കലും സ്പൂണിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. സ്പൂണിട്ട് മിക്സ് ചെയ്താൽ പെട്ടെന്ന് മീൻ ഉടഞ്ഞു പോകും. ഇനി അടച്ചു വെച്ച് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം മീൻ നന്നായിട്ട് വെന്ത് വെള്ളം വറ്റി നല്ല പാകമായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കടുക് താളിക്കാം. അതിനായി ചെറിയ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണോ യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിലൂടെ 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയുടെ നിറം മാറി വന്ന് ഒരു ബ്രൗൺ കളറാകും. ഈ ബ്രൗൺ കളറാകുമ്പോഴേക്കും നമുക്കിതിലോട്ട് ചെറിയൊരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളക്, കട്ട് ചെയ്ത് വെച്ചിരുന്ന വറ്റൽമുളക് ചേർക്കാം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് കറിവേപ്പിലയും ചേർത്ത് ഇനി ഇതെല്ലാം ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ കറിവേപ്പിലയുടെ ഇല ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കിത് മീൻകറിയിലോട്ട് ചേർക്കാം. ഈ മീൻകറിയിൽ ചേർത്ത് നന്നായിട്ട് മീൻകറി അടച്ചു വയ്ക്കുക ചേർത്തതിന് ശേഷം. അങ്ങനെ പച്ചമാങ്ങയിട്ട ചാളമീൻ കറി റെഡിയായിട്ടുണ്ട്. ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോസും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.